ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടും പ്രസ്തുത ഒഴിവുകളിലേക്ക് നിയമനം നടത്താതെ PSC നടത്തുന്ന ഉദാസീന മനോഭാവം ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വർഷങ്ങളായി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം നിരാശ നൽകുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ഫിസിക്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വൈദ്യുതി സുരക്ഷാ വാരത്തിന് തുടക്കം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് KSEBയുടെ നേതൃത്വത്തിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ആര്യടൻ മുഹമ്മദ്. നേപ്പാളിലെ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട യാത്രാസംഘം തിരിച്ചെത്തി. വോയിസ് ഓഫ് അമ്പലപ്പടിയിലെ 52 പേരാണ് സംഘത്തിൽ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്നും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം തങ്ങളുടെ നിയമനം നടക്കുന്നില്ലെന്ന് PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. നേപ്പാളിലെ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട 52 അംഗ സംഘം കോഴിക്കോട്ട് തിരിച്ചെത്തി. എരഞ്ഞിക്കൽ വോയിസ് ഓഫ് അമ്പലപ്പടിയിലെ അംഗങ്ങൾ ശനിയാഴ്ച രാവിലെ 8:30ഓടെയാണ് നേത്രാവതി എക്സ്പ്രസിൽ തിരിച്ചെത്തിയത്. MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവരെ സ്വീകരിച്ചു. ദുരന്തഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഇവർ. നേപ്പാളിലെ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട 52 കോഴിക്കോട് സ്വദേശികൾ നാട്ടിൽ തിരിച്ചെത്തി. രാവിലെ നേത്രാവതി എക്സ്പ്രസിലാണ് ഇവർ കോഴിക്കോട്ടെത്തിയത്. MLA AK ശശീന്ദ്രൻ അടക്കമുള്ളവർ സംഘത്തെ സ്വീകരിച്ചു. ദുരന്തഭൂമിയിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസമായിരുന്നു ഓരോ മുഖത്തും. രണ്ടാം ജന്മം എന്ന് പറയാം. ഞങ്ങൾ വിചാരിച്ചില്ല തിരിച്ചെത്തും എന്നുള്ള വിചാരം. കാരണം ഞങ്ങൾ 30 കിലോമീറ്റർ ഇപ്പുറമാണ് കാഠ്മണ്ഡുവിന്റെ. അങ്ങനെ പാലം കടക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ബുദ്ധിണ്ടായത്, ഒരു ശല്യങ്ങൾ. അപ്പം ഞങ്ങൾ ബസ്സൊക്കെ അവിടെ ഇറക്കി വിഷമമില്ലാതെ തിരിച്ചു പോകുന്നു. ഭഗവാന്റെ കടാക്ഷം എത്ര പറയാറ്. കോഴിക്കോട് വോയിസ് അമ്പലപ്പടി എന്ന ക്ലബിലെ അംഗങ്ങളാണ് ശനിയാഴ്ച രാവിലെ നേത്രാവതി എക്സ്പ്രസിൽ കോഴിക്കോട്ടെത്തിയത്. ഗോരഖ്പൂരിൽ നിന്നും മുംബൈയിലെത്തിയ ഇവർ റെയിൽ മാർഗമാണ് കോഴിക്കോട്ടേക്ക് തിരിച്ചത്. സ്വന്തം നാടും ബന്ധുക്കളെയും കണ്ടതിന്റെ സന്തോഷമായിരുന്നു ഏവർക്കും. ഒപ്പം അവിടെ കഴിയേണ്ടി വന്നതിന്റെ ആശങ്കയും അവർ പങ്കുവച്ചു. അതായത് ഓരോരോ നിമിഷവും ഞങ്ങൾ ദുരന്തം മുന്നിൽ കണ്ടിട്ടുണ്ട്. ആ ദുരന്തം മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സഞ്ചാർ ടൂറിസ്റ്റ് ഏർപ്പാട് ചെയ്ത നേപ്പാളി ഗൈഡ് ഭൂമിശാസ്ത്രം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് വഴിമാറി പോവാൻ ഞങ്ങൾ സഹായിച്ചു. എപ്പം വഴിമാറി പോകുമ്പോഴും ദുരന്തത്തിന്റെ ഒരു സേർട്ടൻ ലെവൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഇതും നൽകിയതും ഇവിടുത്തെ ഈ കൗൺസിലർ മുതൽ നമ്മുടെ MP രാഘവൻ, നമ്മളെ MLA, ജില്ലാ കളക്ടർ പ്രശാന്ത്. കോഴിക്കോട്ടെ സഞ്ചാർ ടൂർ ആൻഡ് ട്രാവൽസിലൂടെ ഏപ്രിൽ 18-നാണ് ട്രാവൽസ് അധികൃതരും ക്ലബ് അംഗങ്ങളും നേപ്പാളിലേക്ക് തിരിച്ചത്. ഒരു എഫക്ട് വന്നപ്പോൾ കരഞ്ഞിട്ട് അപ്പം തൊട്ട് പോരണം എന്ന് പറഞ്ഞിങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇതായി. നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ അപ്പം തിരിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. പിന്നെ റിസർവേഷനും എല്ലാം പ്രശ്നമാണ്. അപ്പോൾ പിന്നെ കുട്ടികളും കുറേ പേരുണ്ടല്ലോ, നമ്മൾ കുറച്ച് പേരാണെങ്കിൽ എങ്ങനെയെങ്കിലും അപ്പം തന്നെ തിരിച്ചു വരാം. 46-50 ആളുള്ളപ്പോൾ നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി KSEBയുടെ നേതൃത്വത്തിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യടൻ മുഹമ്മദ്. വൈദ്യുതി സുരക്ഷാ വാരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്താക്കളെ ബോധവൽക്കരിച്ചാൽ മാത്രമേ അപകടം കുറയ്ക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും മെയ് 1 മുതൽ 7 വരെ രാജ്യവ്യാപകമായി വൈദ്യുതി സുരക്ഷാ വാരമായി ആചരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സർക്കാർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ KSEB, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, എനർജി മാനേജ്മെന്റ് സെന്റർ, അനർട്ട്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടികൾ. വൈദ്യുതി സുരക്ഷാ വാരം 2015ന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കിങ്ഫോർട്ട് ഹോട്ടലിൽ വെച്ച ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യടൻ മുഹമ്മദ് നിർവഹിച്ചത്.
ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കാനായി സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും പുതിയ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത ഇലക്ട്രീഷ്യന്മാർ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്നത് മൂലം വിവിധ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗുണമേന്മയില്ലാത്ത ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളെ ബോധവൽക്കരിച്ചാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുകയുള്ളൂവെന്നും 2014-2015 വർഷത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് 176 ഗാർഹിക അപകടങ്ങൾ ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ER പ്രേമചന്ദ്ര ഭാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ രാജൻ സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് KC അബു, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, IUML ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, ജനതാദൾ യു ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ, KCB ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ മുഹമ്മദ് അലി റാവുത്തർ, EMC ഡയറക്ടർ ദരേശൻ ഉണ്ണിത്താൻ, ഡിസ്ട്രിബ്യൂഷൻ ചീഫ് എഞ്ചിനീയർ ഡോക്ടർ O അശോകൻ, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ N അശോകൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. സ്ഥിരം അധ്യാപക നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നിട്ടും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റുകളിൽ നിന്നും ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കാരണം തങ്ങളുടെ നിയമനം നടക്കുന്നില്ലെന്ന് ഫിസിക്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഇതിനെതിരെ റാങ്ക് ഹോൾഡേഴ്സ് സമരപരിപാടികളും നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏതാണ്ട് 6 മാസം കഴിഞ്ഞു. എക്സാമിനുള്ള അപേക്ഷ ക്ഷണിച്ച് ഇതുവരെയായി ഏകദേശം 5 വർഷത്തോളമായി ഞങ്ങൾ ഈ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ ഒരു 2000-ഓളം പേർ ഇതിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് കിട്ടാനുള്ള ആകാംക്ഷയിലാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്കത് ഇതുവരെ അതിലേക്ക് ഒരു കുട്ടിയെ പോലും ഇതുവരെ ഒരു ഉദ്യോഗാർത്ഥിയെ പോലും ഇതുവരെ അതിലേക്ക് നിയമിച്ചിട്ടില്ല. ഇതിലേക്ക് PSCയിൽ ഏതാണ്ട് 203ഓളം ഒഴിവുകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡയറക്ടറേറ്റിൽ 239ഓളം ഒഴിവുകൾ ഉണ്ടായിട്ടും 203ഓളം ഒഴിവുകൾ മാത്രമേ PSCയിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും 100ഓളം ഒഴിവുകൾ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാനുണ്ട്. ഡയറക്ടറേറ്റിൽ നിന്ന് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇനിയുമുണ്ട്. മെയ് 15, 16, 17 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പ്രസ് ക്ലബ് ബിൽഡിംഗിൽ ഒരുക്കിയ സ്വാഗത സംഘം ഓഫീസ് PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, അഡ്വക്കേറ്റ് M രാജൻ, പുത്തൂർമഠം ചന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, KUWHA സംസ്ഥാന സെക്രട്ടറി C വിനോദ് ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 15, 16, 17 തീയതികളിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. നാദാപുരം തൂണേരിയിലെ DYFI പ്രവർത്തകൻ ഷിബിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികൾക്കും ജാമ്യം കിട്ടാനിടയായ സാഹചര്യത്തിൽ ജില്ലാ പ്രോസിക്യൂട്ടറുടെ ഓഫീസിനും പ്രോസിക്യൂട്ടർക്കുമുള്ള പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. ഷിബിന്റെ കുടുംബത്തിന് നിയമസഹായം നൽകാൻ യുവമോർച്ച തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് ലീഗിന്റെ 2 നേതാക്കൾക്ക് 92ാമത്തെ ദിവസം ജാമ്യം അനുവദിക്കുമ്പോൾ കോഴിക്കോട് ജില്ലാ കോടതിയിലുള്ള മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നോമിനികളായിട്ടുള്ള ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ നോക്കുകുത്തികളായി മാറുകയാണുണ്ടായത്. ഇക്കാര്യത്തിൽ ഭരണതലത്തിൽ UDFന്റെയും മുസ്ലിം ലീഗിന്റെയും കടുത്ത സമ്മർദ്ദമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് യുവമോർച്ച ആരോപിക്കുകയാണ്. വാർത്തകളിൽ ഒരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life.
വാർത്തകൾ തുടരുന്നു. കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന വനിതാ ക്ലാർക്കിന് നേരെ എൻജിഒ യൂണിയൻ നേതാവ് കയ്യേറ്റം നടത്തിയതിൽ പ്രതിഷേധിച്ച് എൻജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാർക്കെതിരെ വകുപ്പുതല നടപടി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി പ്രേമവല്ലി ഉദ്ഘാടനം ചെയ്തു. എൻജിഒ അസോസിയേഷന്റെ സജീവ വനിതാ പ്രവർത്തകയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് ക്ലർക്കുമായ ഷീബ മാത്യുവിന് നേരെയാണ് എൻജിഒ യൂണിയന്റെ ഒരു പ്രമുഖ നേതാവ് കയ്യേറ്റ ശ്രമം നടത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള എൻജിഒ അസോസിയേഷൻ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും തന്റെ ജോലി തുടരുന്നതിനിടയിലാണ് ഷീബ മാത്യുവിന് നേരെ കയ്യേറ്റം നടന്നത്. പാവമണി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രതിഷേധ യോഗം എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി പ്രേമവല്ലി ഉദ്ഘാടനം ചെയ്തു. അയാൾക്ക് നേരെ ഉയരുന്ന ഒരു കൈയും തെളിക്കാൻ എൻജിഒ അസോസിയേഷൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. കുറ്റക്കാർക്ക് നേരെ വകുപ്പുതല നടപടി ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും എൻജിഒ അസോസിയേഷൻ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. എന്തിനുകൊണ്ട് ഈ വനിതയെ രാത്രി വിളിച്ചു വരുത്തി എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് അവരെ നേരെ കയ്യേറ്റം ചെയ്യുമ്പോൾ ഈ കയ്യേറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തകയും അല്ലെങ്കിൽ ജീവനക്കാരിയും ഒരു വനിതയാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം ഒരു ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്ന ഈ ഓഫീസിലെ ജീവനക്കാരെ എൻജിഒ യൂണിയന്റെ നേതാക്കളെ അവർക്കെതിരെ നടപടി വേണം. എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എ ഖാദർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി എൻ പി ബാലകൃഷ്ണൻ, കെ സി രാജീവൻ, എം പ്രകാശൻ, എം വാസന്തി എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഓർഗനോൺ ഓഫ് മെഡിക്കൽ വിഭാഗം ക്യാൻസറിനെ പറ്റി ശില്പശാലയും സെമിനാറും സംഘടിപ്പിച്ചു. നടക്കാവ് ഈസ്റ്റ് അവന്യൂവിൽ നടന്ന ശില്പശാല തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഹോപ്പ് എന്ന പേരിൽ 2 ദിവസങ്ങളിലായി ക്യാൻസറിനെ പറ്റിയുള്ള ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടനം ഈസ്റ്റ് അവന്യൂ ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വായിലുണ്ടാകുന്ന അർബുദത്തെപ്പറ്റി RCCയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ ജയകൃഷ്ണൻ ക്ലാസ് എടുത്തു. And then you can give nutritional supplementation. You can give carotene, like you can also give multivitamins. And in cases where there is very difficulty in opening the mouth, like severe trismus, and you can feel the fibrotic bands, which is an obstruction. You can also give some sort of local drug delivery, like hyaluronidase injection, or collagenase injection. These are things which we can give. Again, the best thing to do is to follow the dish. ഡോക്ടർ VP ഗംഗാധരൻ, ഡോക്ടർ അബ്ദുൾ മജീദ്, ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം, ഡോക്ടർ വിനു കൃഷ്ണൻ, ഡോക്ടർ RK മച്ചന്ത, ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, ഡോക്ടർ അജിത് കുമാർ, ഡോക്ടർ KL ബാബു, ഡോക്ടർ PK സുധീർ തുടങ്ങിയവർ 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഹോമിയോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ബാബു സ്വാഗതം പറഞ്ഞു. ഹോമിയോ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ നിഷ പോൾ അധ്യക്ഷത വഹിച്ചു. ലെക്ചർമാരായ ഡോക്ടർ റിതേഷ്, ജയചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർ സീനിയർ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണെന്ന് മേയർ AK പ്രേമജം മെയ് 27 മുതൽ 31 വരെ കോഴിക്കോട് നടക്കുന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 4ാം സംസ്ഥാന സമ്മേളനം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 4ാമത് സംസ്ഥാന സമ്മേളനം മെയ് 27 മുതൽ 31 വരെ കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ഇതിന്റെ സ്വാഗത സംഘം ഓഫീസ് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ടെക്നോടോപ്പ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ പത്രപ്രവർത്തകരുടെ അനുഭവങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർക്കും വരും തലമുറക്കും മാതൃകയാവണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. തുടർന്ന് നടന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ CM കൃഷ്ണപണിക്കർ അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹരിദാസൻ പാലയിൽ, AK ശശീന്ദ്രൻ MLA, CP ജില്ലാ സെക്രട്ടറി TV ബാലൻ, അഡ്വക്കേറ്റ് M രാജൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ M ബാലഗോപാൽ, മുഹമ്മദ് കിണാശ്ശേരി എന്നിവർ സംസാരിച്ചു. ജനവാസ കേന്ദ്രത്തിൽ നിന്നും ജെലാറ്റിൻ സ്റ്റിക്കിന്റെ വൻ ശേഖരം കണ്ടെത്തി. അനധികൃത ക്വാറികൾ ധാരാളം പ്രവർത്തിക്കുന്ന കൊണ്ടോട്ടി ഐക്കരപ്പടിയിലാണ് 200ഓളം ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം കൊണ്ടോട്ടി ഐക്കരപ്പടിയിലാണ് 200ഓളം ജെലാറ്റിൻ സ്റ്റിക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്.
എടത്തൊടി സെയ്തലവി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഉപേക്ഷിച്ച നിലയിലുള്ള ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി ജലാറ്റിൻ സ്റ്റിക്കുകൾ കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് നിരവധി അനധികൃത ക്വാറികൾ പ്രവർത്തിക്കുന്നതിനാൽ അവരിൽ ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള ടെലിവിഷൻ പ്രേക്ഷക സമിതി മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ നടത്തുന്ന മലബാർ ഏവിയേഷൻ കാഴ്ച ടെലിവിഷൻ അവാർഡ് നൈറ്റിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. മലബാർ ഏവിയേഷൻ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് ടി.സി. അഹമ്മദ്, മലബാർ ഏവിയേഷൻ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാമിന് നൽകി പ്രകാശനം നിർവഹിച്ചു. മെയ് 24 ഗുജറാത്തി ഹാളിലാണ് പരിപാടി നടക്കുന്നത്. 3 വിനോദസഞ്ചാരികൾ തിരയിൽപ്പെട്ട് മുങ്ങി മരിച്ചു. കർണാടക സ്വദേശികളായ 3 പേരാണ് കഴിഞ്ഞ ദിവസം കാപ്പാട് പുളിമുട്ടിന് സമീപം കടലിൽ കുളിച്ചുകൊണ്ടിരിക്കെ തിരയിൽപ്പെട്ട് മുങ്ങി മരിച്ചത്. നാട്ടുകാരെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാരുടെ മുന്നറിയിപ്പിനെ അവഗണിച്ച് കടലിൽ ഇറങ്ങിയവരാണ് മുങ്ങി മരിച്ചത്. കാപ്പാട് തീരത്ത് കഴിഞ്ഞ ദിവസം വിനോദയാത്രയ്ക്കെത്തിയ 3 പേരാണ് പുളിമുട്ടിന് സമീപം കുളിക്കാനിറങ്ങിയപ്പോൾ ചുഴിയിൽപ്പെട്ടത്. കർണാടകയിലെ മൈസൂർ രാമകൃഷ്ണ നഗർ സ്വദേശികളായ വെങ്കിട്ടനാരായണൻ, വെങ്കടേഷ്, ഇന്ദുധർ എന്നിവരാണ് മരണപ്പെട്ടത്. വിനോദസഞ്ചാരികൾ ചുഴിയിൽപ്പെട്ടതറിഞ്ഞ നാട്ടുകാരോടെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽപ്പെട്ടവരെ ആദ്യം കാപ്പാട് കൃപാൽ ആശുപത്രിയിലാണ് എത്തിച്ചത്. മരിച്ചവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടവർ ഒരേ കുടുംബാംഗങ്ങളാണ്. വാർത്തയിൽ മറ്റൊരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീൻചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. തന്റെ സ്ഥലത്തിന്റെ നടുവിലൂടെ റോഡ് ആവശ്യപ്പെട്ട് ഏറാമല പഞ്ചായത്ത് മെമ്പറും സമീപവാസിയും ചേർന്ന് ചുറ്റുമുതൽ പൊളിച്ചു മാറ്റിയതായി വടകര ഏറാൻമല പാലാട്ട് കുഞ്ഞാമദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് 3ാമത്തെ പ്രാവശ്യം കെട്ടാൻ പോയത് കഴിഞ്ഞ 15-ാം തീയതി കാലത്ത് പോയപ്പോൾ ഈ സന്തോഷനും സതീശനും 30ഓളം ആളും വന്നിട്ട് എന്നെയും ഭാര്യയും കുട്ടികളെയും മർദ്ദിക്കാനും കല്ലെറിയുകയും ചെയ്ത് പിന്നെ കൊല്ലുമെന്നും പറഞ്ഞു. അങ്ങനെ എറിഞ്ഞു ഓടിക്കുക. 6 പണിക്കാരുണ്ട്. 6 പണിക്കാരെയും വലിച്ച് പുറത്തിട്ട് കെട്ടാൻ സമ്മതിക്കില്ല. കോടതി വിധി കയ്യിൽ വെച്ചോളൂ, അല്ല പെട്ടിയിൽ വെച്ച് പൂട്ടിക്കോളൂ. വിധി നിയമം നടപ്പാക്കേണ്ടത് ഞങ്ങളാന്നും പറഞ്ഞിട്ട് ഞങ്ങളെ എൻ്റെ വീടും തീ കൊടുക്കും, വീടും പറിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഓട്ടി. അങ്ങ് തൊഴിലാളി വർഗത്തിന്റെ ഐക്യകാഹളം മുഴക്കി മെയ് ദിനത്തിൽ ജില്ലയിലെ 13 ഏരിയ കേന്ദ്രങ്ങളിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പാമണി റോട്ടിൽ നിന്നും ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ചൂഷണമുക്തമായ ലോകത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർക്ക് അഭിവാദ്യമർപ്പിക്കാൻ തൊഴിലാളി വർഗം മെയ് ദിനം ആചരിച്ചു. സംസ്ഥാനമെങ്ങും റാലികളും പൊതുസമ്മേളനങ്ങളും ചേർന്നു. കോഴിക്കോട് ജില്ലയിൽ 13 കേന്ദ്രങ്ങളിലാണ് മെയ് ദിന റാലി നടന്നത്. സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച മെയ് ദിന റാലി നഗരം ചുറ്റി പൊതുസമ്മേളന നഗരിയായ മുതലക്കുളത്ത് സമാപിച്ചു. CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടിത മേഖലയിൽ പോലും 0 അവർ സമ്പ്രദായം അവസാനിപ്പിക്കുമെന്ന് ഇംഗ്ലണ്ടിലെ പ്രധാന പ്രതിപക്ഷത്തിന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകേണ്ട സ്ഥിതിയാണ് ഇന്നും ലോകത്ത് 130 കൊല്ലങ്ങൾക്ക് ശേഷവും. CPI ദേശീയ കൌൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ ബിനോയ് വിശ്വം, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ, PV മാധവൻ, PK നാസർ, M ഭാസ്കരൻ, T ദാസൻ, MT രമേശ്, CP സുലൈമാൻ,
KM കുഞ്ഞികൃഷ്ണൻ, മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും ബാങ്ക്, ടെലികോം, ഇൻഷുറൻസ് മേഖലയുള്ളവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കക്കോടി ബസാർ, മുക്കം എന്നിവിടങ്ങളിൽ രാവിലെയും രാമനാട്ടുകര, കോഴിക്കോട്, മുതലക്കുളം, കൊട്ടാങ്ങൽ, താമരശ്ശേരി, ബാലുശ്ശേരി, പേരാമ്പ്ര, കുറ്റ്യാടി, പുറമേരി, കുഞ്ഞിപ്പള്ളി, വടകര, നാരായണനഗർ, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ വൈകിട്ടുമായിരുന്നു പരിപാടി നടന്നത്. ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന ഇരു മുന്നണികൾക്കുമെതിരെ യഥാർത്ഥ ജനകീയ ബദൽ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി BJP നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥയുടെ ജില്ലാ പര്യടനം തുടരുകയാണ്. ഏപ്രിൽ 30 മുതൽ മെയ് 5 വരെ തുടരുന്ന ജാഥയ്ക്ക് 75 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥാണ് ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കെതിരെയും വികസന മുരടിപ്പിനെതിരെയും LDF, UDF സർക്കാരിന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെയും BJP ജില്ലയിൽ ഏപ്രിൽ 30 മുതൽ മെയ് 5 വരെയാണ് രാഷ്ട്രീയ പ്രചരണ ജാഥ നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥാണ് ജാഥ ക്യാപ്റ്റൻ. 30-ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി H. രാജ മുതലക്കുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ്. ആദ്യ ദിനം കടലുണ്ടിയിൽ നിന്നും ആരംഭിച്ച് രാമനാട്ടുകര, ഫറോക്ക്, ചെറുവണ്ണൂർ, ബേപ്പൂർ, ഒളവണ്ണ, പന്തീരങ്കാവ്, പെരുമണ്ണ, പെരുവയൽ, മാവൂർ, കൊടിയത്തൂർ, കാരശ്ശേരി, കൂടരഞ്ഞി, മുക്കം, ചാത്തമംഗലം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കുന്നമംഗലത്ത് സമാപിച്ചു. ബേപ്പൂരിൽ നടന്ന സ്വീകരണ യോഗത്തിൽ BJP ബേപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി K. സ്മിജിത്ത് അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ സെക്രട്ടറി ശോഭ രാജൻ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് രഗീഷ് തറയിൽ, BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് എന്നിവർ സംസാരിച്ചു. രണ്ടാം ദിനം ഓമശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി, കട്ടിപ്പാറ, താമരശ്ശേരി, കൊടുവള്ളി, കിഴക്കൊത്ത്, മടവൂർ, നരിക്കുനി, നന്മണ്ട, കാക്കൂർ, ചേളന്നൂർ, കക്കോടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം പറമ്പിൽ ബസാറിൽ സമാപിച്ചു. 75ഓളം പൊതുസമ്മേളനത്തോടെയാണ് ജാഥ പര്യടനം നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി വിവിധ ജില്ലകളിലാണ് പ്രചരണ ജാഥകൾ നടക്കുന്നത്. ജനവിരുദ്ധ നയങ്ങൾ തുടരുന്ന ഇരുമുന്നണികൾക്കുമെതിരായുള്ള യഥാർത്ഥ ജനകീയ ബദൽ കെട്ടിപ്പടുക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ കാണാം. അത്തോളി കൊങ്ങന്നൂർ കാഴ്ച റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം അത്തോളി ഗ്രാമപഞ്ചായത്ത് അംഗം റംല പയ്യമ്പനത്തിൽ നിർവഹിച്ചു. ലഹരി പദാർത്ഥങ്ങൾ സ്കൂളിൽ കിട്ടുന്നതൊക്കെ തന്നെ കുട്ടികൾ ഒരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ചടങ്ങിൽ ജില്ലയിലെ മികച്ച കർഷക അവാർഡ് ജേതാവ് V. പ്രശാന്തിനെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് TP അശോകൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ അസോസിയേഷൻ രക്ഷാധികാരി അരവിന്ദാക്ഷൻ മാസ്റ്റർ വിതരണം ചെയ്തു. SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് രക്ഷാധികാരി ശേഖരൻ മാസ്റ്റർ ഉപഹാരം നൽകി. എല്ലാ A ഗ്രേഡ് നേടിയ അപർണയെ തുടർന്നുള്ള പരീക്ഷകളിൽ റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനവും നേരുന്നു. എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. തുടർന്നുള്ള പരീക്ഷകളിലും വിജയം റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. തുടർന്ന് പഞ്ചായത്ത് റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി AK ബാലൻ മാസ്റ്റർ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രസക്തിയെക്കുറിച്ചും കുന്നമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ C. മുഹമ്മദ് ലഹരി വിമുക്ത സമൂഹത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. കാഴ്ച റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ്ടിയേരി ആലിക്കോയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി KT ബാബു, ട്രഷറർ പ്രദീപൻ, E. അനിൽകുമാർ, N. സുരേഷ് കുമാർ, ബൈജു പുതിയാറമ്പത്ത്, ഗിരിജ നാറാണത്ത്, അജീഷ് അത്തോളി എന്നിവർ സംസാരിച്ചു. ഒരു കവിത പോലെ ഞാൻ പറയുന്നു, നിൽക്കുമീ നിന്ന നിൽപ്പിൽ നിൽക്കാതെ നീങ്ങി മുന്നോട്ട് നീങ്ങുക. നടുവട്ടം മാഹി ടാഗോർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സബ് ഇൻസ്പെക്ടർ MM പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ടാഗോർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് M. ബൈജു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി K. വിജയൻ, വാർഡ് കൌൺസിലർ പ്രസീജ, പേരോത്ത് പ്രകാശൻ, VV ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ സമ്മാനദാനവും നടന്നു. നടുവട്ടം കൽക്കുന്നത്ത് റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികം സമുചിതമായി നടന്നു. പ്രസിഡന്റ് BK സോമൻ അധ്യക്ഷനായ പരിപാടി മുതിർന്ന പത്രപ്രവർത്തകനും മാതൃഭൂമി റിട്ടയർഡ് ഡെപ്യൂട്ടി എഡിറ്ററുമായ NP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ K. ജയകുമാർ, സാംസ്കാരിക പ്രവർത്തകൻ മുരളി ബേപ്പൂർ, കൌൺസിലർ ജലജ, ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കാർത്തികേയൻ, തിളക്കം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി CK മോഹനൻ, കിഴക്കമ്പാടം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ദേവദാസൻ, KT ബൈജു എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
വാർത്തകൾ ചുരുക്കത്തിൽ. കോർപ്പറേറ്റ് വർഗീയ അഴിമതിമുക്ത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ഏപ്രിൽ 10 എറണാകുളത്തു നിന്നും ആരംഭിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നയിക്കുന്ന ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്ര മെയ് 4 തിങ്കളാഴ്ച ബഹുജന റാലിയോടെ കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കും. വൈകുന്നേരം 3 മണിക്ക് അരയടുത്തപാലം ജംഗ്ഷനിൽ നിന്ന് റാലി ആരംഭിക്കും. കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനം പാർട്ടി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ SQR ഇലിയാസ് ഉദ്ഘാടനം ചെയ്യും. JSS രാജൻ ബാബു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രാജിവെച്ച് കേരള കോൺഗ്രസ് സിറിയക് തോമസ് വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി ജില്ലാ സെക്രട്ടറി KC രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JSS കേരള കോൺഗ്രസ് സിറിയക് തോമസ് വിഭാഗം ലയന സമ്മേളനം ഈ മാസം 23 കോഴിക്കോട് വെച്ച് നടത്തും. CH ഹരിദാസിന്റെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പുരസ്കാരദാന ചടങ്ങും വിശൽ ലൈല കലാസന്ധ്യയും മെയ് 4 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് തളി സാമുദ്രി ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാരങ്ങളും പ്രശസ്തി പത്രങ്ങളും സമ്മാനിക്കും. തുടർന്ന് പട്ടുറുമാൽ, കുട്ടിപ്പട്ടുറുമാൽ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കും. അൽ മദ്രസത്തുൽ ഇസ്ലാമിയയുടെ 6ാം വാർഷികാഘോഷ പരിപാടികൾ ബേപ്പൂരിൽ നടന്നു. PTA പ്രസിഡന്റ് MV നജീബ് അധ്യക്ഷം വഹിച്ച പരിപാടി ഇർഷാദിയ കോളേജ് പ്രിൻസിപ്പൽ AK ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സബിത കോടി അവാർഡ് ദാനം നിർവഹിച്ചു. അബ്ദുൽ കരീം, മൻസൂർ, അബ്ദുൽ ലത്തീഫ്, മൊയ്തീൻ കോയ മാസ്റ്റർ, റജീന VP, ഫൌസിയ, ഹമീം അബ്ദുള്ള, റഷീദ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാനാധ്യാപകൻ റോഷൻ റഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി സുരക്ഷാ വാരത്തിന് തുടക്കം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് KSEBയുടെ നേതൃത്വത്തിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ആര്യടൻ മുഹമ്മദ്. നേപ്പാളിലെ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട യാത്രാസംഘം തിരിച്ചെത്തി. വോയിസ് ഓഫ് അമ്പലപ്പടിയിലെ 52 പേരാണ് സംഘത്തിൽ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്നും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം തങ്ങളുടെ നിയമനം നടക്കുന്നില്ലെന്ന് PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, Malabar Gold and Diamonds. Celebrate the beauty of life.